ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ പത്തനംതിട്ടയിൽ രഞ്ജു ലീസ്റ്റോക്കിലെ രഞ്ജു ബ്രോയെ നമ്മൾ വിളിച്ചു വരുത്തി കൊടുത്തൊരു ചലഞ്ചാണ്. അപ്പം ആ ചലഞ്ചിൻ്റെ ഫുൾ വീഡിയോസ് ലീസ്റ്റോക്ക് എന്ന ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി കാണാം. അതുപോലെ തന്നെ നമ്മൾ ചലഞ്ച് കൊടുത്തു. ഇത് രണ്ടാമത്തെ ചലഞ്ചിൻ്റെ ഡോഗാണ് നിങ്ങളീ കാണുന്നത്. ആദ്യത്തെ ചലഞ്ചും പരാജയപ്പെട്ടു, ഞങ്ങൾ പത്തനംതിട്ടക്കാർ പരാജയപ്പെട്ടു, ലീസ്റ്റോക്ക് ജയിച്ചു. രണ്ടാമത്തെ ഈ ചലഞ്ചും സിമ്പിളായിട്ട് രഞ്ജു ബ്രോ അഴിച്ചെടുക്കുകയും അത് സക്സസ് ആക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇത്ര അഗ്രസീവായിട്ടുള്ള ഡോഗിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ലീസ്റ്റോക്കിനെ നേരിട്ട് കാണാനും സംസാരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഒരു ചലഞ്ച് കൊടുക്കാനും പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു അടിപൊളിയായിരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളിതൊക്കെ വീഡിയോ കൂടെ മാത്രം കണ്ടിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ നേരിട്ട് കാണാനും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാനും ഒക്കെ പറ്റി. ഞങ്ങൾ ചലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എല്ലാം സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടി ക്ഷീണിച്ച് ചലഞ്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വയനാട്ടിൽ നിന്ന് വന്ന് എല്ലാവരും വയനാട്ടിൽ നിന്ന് നമ്മളെല്ലാവരും ചലഞ്ച് കഴിഞ്ഞ് വന്ന് എന്തേ അപ്പം ഞങ്ങൾ ഇങ്ങനെ വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. അവനെ കിട്ടിയില്ല. അപ്പം രഞ്ജു ബ്രോ എങ്ങനെയുണ്ട്? ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ചലഞ്ചൊക്കെ ഇങ്ങോട്ട് നോക്കിയേ, ചലഞ്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? നമ്മുടെ പത്തനംതിട്ട എങ്ങനെയുണ്ട്? നമ്മുടെ പത്തനംതിട്ട വന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. പത്തനംതിട്ട വന്നിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ കൊല്ലംകാരൻ എന്ത് പറയുന്നു? ടിജു എന്ത് പറയുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു പത്തനംതിട്ട? അടിപൊളിയായിരുന്നു. പിന്നെ പത്തനംതിട്ടക്കാരൻ എന്തുകൊണ്ട് ചലഞ്ചൊക്കെ കൊടുത്തിട്ട് വിയർത്തൊലിച്ചിരിക്കുന്നത് എന്ത് പറ്റി? ശരി നമുക്ക് എന്ത് ചെയ്യാം. അടുത്ത എന്താ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഡയറക്ടർ തൊപ്പിൽ ജോപ്പൻ? വാസ് വെരി എക്സലന്റ്. കാരണം പുള്ളിയുടെ ആ ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. കാരണം ഈ പല ടൈപ്പ് ഓഫ് വിഗറസ് ആനിമൽസിനെ കൈകാര്യം ചെയ്യുന്ന ആ രീതിയൊക്കെ ഇറ്റ് ഈസ് റിയലി അപ്രീഷ്യബിൾ, പ്രശംസനീയമാണ്. വാക്കുകൾക്ക് തീർച്ചയായും മൃഗത്തെ സ്നേഹിയാണ് അദ്ദേഹം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണുമ്പോൾ. വലിയൊരു മൃഗസ്നേഹിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മ. സത്യം എല്ലാവരും ഇങ്ങനെ ഉണ്ട്. ഇനി എബിൽ ബ്രോ എന്താ പറയാനുള്ളത്? നമ്മുടെ രഞ്ജു ബ്രോയെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞേ. ഞാൻ ഒത്തിരി വട്ടം വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നേരിട്ട് അയാളുടെ ആ രീതിയും പട്ടിയെ കൈകാര്യം ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നുന്നു. ഈസ് എ റിയൽ ഡോഗ് ലവർ. മറ്റ് മനുഷ്യരുടെ കൂട്ട് ചാനലുണ്ടാക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പറയുന്നതല്ല. പക്ഷേ ഈസ് എ റിയൽ ഡോഗ് ലവർ. അത്രയും ദൂരത്തുള്ള ഇവിടെ അത്ര അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ എത്ര അഗ്രസീവ് ആയിട്ടുള്ള ഡോഗിനെയും അവർക്ക് ഇറക്കാൻ പറ്റൂ. ആ മനുഷ്യന്റെ മനസ്സാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. 109 ഡോഗിനെ ഇറക്കിയിട്ട് അവിടെ 4 ഡോഗെ കടിച്ചോളൂ. അത് പുള്ളി തന്നെ പറയുന്നുണ്ട് അത് എൻ്റെ കുറെ മിസ്റ്റേക്കുകളാണെന്നും എല്ലാം. ഒരുപാട് സന്തോഷം. പിന്നെ പത്തനംതിട്ട വന്ന് എന്തായാലും ചലഞ്ചൊക്കെ ഏറ്റെടുത്തു. അതെല്ലാം വഴിയെ നമ്മുടെ രഞ്ജു ബ്രോ ഇറക്കി വിടുന്നതായിരിക്കും. പണിപ്പുരയിലാണ് തീ ഐറ്റം ഇറക്കി വിടും. ഇറക്കി വിടില്ലേ? അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവർ സന്തോഷമായിട്ട് പിരിയുകയാണ്. നമ്മൾ പിരിയുന്നെന്ന് പറയുന്നില്ല, നമ്മളെല്ലാം എപ്പോഴും താൽക്കാലികം അത് തന്നെ. ഇനി നമ്മൾ വല്ല സിംഹത്തിനെയോ പുലിയോ എല്ലാം കൊണ്ടുവന്നിട്ട് പുള്ളിയെ അഴിപ്പിക്കുക. നമ്മുടെ 2 വർഷത്തിനുള്ളിൽ ആനിമൽസിന്റെ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ദൈവം അതിനൊക്കെ ഒരു സന്ദർഭവും സാഹചര്യവും ഒക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യും. ഓക്കെ അതും സക്സസ് ആവട്ടെ. തീർച്ചയായിട്ടും അതും സക്സസ് ആയി വരട്ടെ.
നിങ്ങളിപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിനകത്ത് അത് നമ്മൾ ചലഞ്ച് കൊടുത്ത വീഡിയോ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ആ ചലഞ്ച് കൊടുത്ത വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ലീസ്റ്റോക്ക് എന്ന് പറയുന്ന ചാനലിനകത്ത് നമ്മൾ ലീസ്റ്റോക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രഞ്ജു ബ്രോ. അപ്പോൾ ഒരു അടിപൊളി ചലഞ്ചായിരുന്നു. അതിനകത്ത് നമ്മൾ 12 കൊടുത്ത ചലഞ്ചിൽ നമ്മൾ തോറ്റെങ്കിലും സൂപ്പറാണ്. 1.3 മില്യൺ ആയ വീഡിയോ ആണ്. എല്ലാവരും കണ്ടു നോക്കുക.